കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, മഹത്വം, കർത്താവിനെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠതകൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ കർത്താവിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. കർത്താവ് നിത്യനായവനാണ്, ഒരിക്കലും അവസാനിക്കാത്തവൻ, നിത്യനായവൻ, സർവശക്തനായവൻ, സർവവ്യാപിയായവൻ, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയായിരിക്കുന്നവനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. സർവജ്ഞാനിയാണ്. അതുകൊണ്ടാണ് ശലോമനേക്കാൾ വലിയവനെന്ന് കർത്താവിനെക്കുറിച്ച് തിരുവഴുത്തിൽ വെളിപ്പെടുത്തിയത്. ജ്ഞാനികളിൽ ജ്ഞാനിയാണ് ശലോമോൻ. എന്നാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു ശലോമോനിലും വലിയവനെന്ന്. കർത്താവ് സർവജ്ഞാനിയാണ്. കർത്താവ് പൂർണ്ണമായും വിശുദ്ധൻ. കർത്താവിൽ പാപമില്ല, പാപചിന്തയില്ല, പാപപ്രവൃത്തിയില്ല. പൂർണ്ണമായും വിശുദ്ധൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് വെളിപ്പെടുത്തിയത്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. പൂർണ്ണമായും വിശുദ്ധൻ, വിശുദ്ധി കൊണ്ട് നിറയപ്പെട്ട കർത്താവ്. അതുകൊണ്ടാണ് പീലാത്തോസ് വെളിപ്പെടുത്തിയത്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന്. കള്ളന്മാർ പറയുകയാണ്, അല്ലെങ്കിൽ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഒരുവൻ പറയുകയാണ്, ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ശതാധിപൻ പറയുന്നു, ഇവൻ നീതിമാനാണ്. അപ്പോൾ കർത്താവ് പൂർണ്ണമായും വിശുദ്ധനെന്ന് തിരുവെഴുത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിച്ചിരുന്ന സദൂക്യരുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. കർത്താവ് പുനരുത്ഥാനവും ജീവനുമാണ്. വഴി ഏതെന്നറിയാതെ, സത്യമെന്തെന്നറിയാതെ, നിത്യജീവൻ ആരിലൂടെ ലഭ്യമാകുമെന്ന് അറിയാതിരുന്ന ജനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിതറിപ്പോയ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ഒരിടയനാണ് താനെന്നുള്ള വ്യക്തമായിരിക്കുന്ന വെളിപ്പാട് ക്രിസ്തു ജനത്തിൻ്റെ നടുവിൽ കൊടുക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ ഇടയനാകുന്നു എന്നുള്ളത്. വാതിലേതെന്നറിയാതെ ഭാരപ്പെട്ട ജനത്തോട് പറയുകയാണ്, എവിടേക്കുള്ള വാതിലാണ്? നിത്യജീവനിലേക്കുള്ള വാതിൽ, നിത്യസ്വർഗത്തിലേക്കുള്ള വാതിൽ, സ്വർഗീയ ഭവനത്തിലേക്കുള്ള വാതിൽ. ഏതെന്നറിയാതെ ആകെ ഭാരപ്പെട്ട ജനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ വാതിലാകുന്നു എന്ന്. പാപത്താൽ പിടിക്കപ്പെട്ട് നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയ ജനത്തെ നിത്യജീവനുള്ളവരാക്കി തീർക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന്. നിത്യജീവനിലേക്ക് പ്രവേശനം കർത്താവിലൂടെയുണ്ട്. ആ കർത്താവ് പറയുകയാണ്, ഞാൻ ജീവൻ്റെ മന്നയാക്കുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് വീണ്ടും വെളിപ്പെടുത്തുന്നു, നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയ കർത്താവ്. ആടുകൾക്ക് വേണ്ടി. ആരാണ് ആടുകൾ? ലോകമനുഷ്യൻ. അവരെ വീണ്ടെടുക്കുവാൻ ജീവനെ നൽകിയ ക്രിസ്തു. ആ കർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്, അവൻ ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനുമാകും. കർത്താവിൻ്റെ ആരംഭവും അവസാനത്തെക്കുറിച്ചും ആർക്കും വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. അവൻ ആദ്യനും അന്ത്യനും, ആൽഫയും ഒമേഗയും, ഭൂരാജാക്കന്മാർക്ക് അധിപതി, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ചവൻ, രാജാതിരാജാവ്, കർത്താതികർത്താവ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കർത്താവ്, തേജസ്സിന്മേൽ തേജസ് ധരിച്ച് തേജസ്സിന് സിംഹാസനത്തിൽ വാണരുളുന്ന കർത്താവ്, പാപമില്ലാത്ത പരിശുദ്ധനായ കർത്താവ്, വന്നവൻ മടങ്ങിപ്പോയവൻ ഇനി വീണ്ടും വരുന്നവനായ കർത്താവ്,
എന്തിന് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒരിക്കൽ വന്നു? പാപത്തിൽ വീണുപോയ ജനതയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിലേക്ക് ഒരിക്കൽ കർത്താവ് വന്നു. ഇനി എന്തിനാണ് കർത്താവ് വരുന്നത്? വീണ്ടെടുക്കപ്പെട്ടവരെ തന്നിലേക്ക് ചേർക്കുവാൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വീണ്ടും വരുന്നു. ദാവീദിൻ്റെ വേര് ആയ കർത്താവ്, ദാവീദിൻ്റെ വേര് ഏതൊരു വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നതാണ് വേര് എന്ന് പറയുന്നത്. മണ്ണിനടിയിലേക്ക് ഊളിയിട്ടിറങ്ങിച്ചെന്ന വൃക്ഷത്തിന് വളരുവാൻ വേണ്ടതായിരിക്കുന്നത് പകർന്നെടുത്ത് അതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഫലകരമായി തീരുന്ന വേര് ദാവീദിൻ്റെ വേരായ, ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ. കർത്താവിനെക്കുറിച്ച് പറയുക, ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ. എന്താണ് ആ താക്കോലിൻ്റെ പ്രത്യേകത? അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിന് അധിപതി, യഹൂദ ഗോത്രത്തിലെ സിംഹം, 7 നിലവിളക്കിൻ്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നവൻ, നിലയങ്കി ധരിച്ചവനായ കർത്താവ്, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശമുള്ള കാലുള്ള കർത്താവ്, അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ള കർത്താവ്, സകല മനുഷ്യൻ്റെയും പാപത്തെ വ്യക്തമായി കാണുന്ന അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ള കർത്താവ്, എത്ര മറച്ചു വച്ചാലും വെളിച്ചത്ത് കാണുന്ന അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചവൻ, 7 നക്ഷത്രം സഭകളുടെ ദൂതന്മാർ, തൻ്റെ പ്രിയമക്കളെ ഉള്ളം കരത്തിൽ വഹിക്കുന്ന കർത്താവ്, തലയും തലമുടിയും വെളുത്ത ഹിമത്തേക്കാൾ വെണ്മയായി തീർന്നവൻ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖ തേജസ് കൊണ്ട് നിറയപ്പെട്ടവൻ, സൂര്യനെ വെല്ലുന്ന തേജസ് കൊണ്ട് നിറയപ്പെട്ട നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള കർത്താവ്. ദൈവശബ്ദത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, കാദേശ് മരുവിനെ നടുക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, വനത്തിലെ തോലുരിക്കുന്ന ശബ്ദം, പാറകളെ പിളർക്കുന്ന ശബ്ദം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറയുകയാണ്, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ കർത്താവ്, സൗഖ്യദായകനായ കർത്താവ്. മുടന്തനെ മാനിനെ പോലെ തുള്ളിച്ചാടുമാറാക്കി, കുരുടന് കാഴ്ച നൽകി, ചെകിടന് കേൾവി കൊടുത്തു, ഓമൻ്റെ അധരത്തിൽ വാക്കുകൾ കൊടുത്ത് അവനെ സംസാരിക്കുമാറാക്കി, കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ച് സൗഖ്യം പകർന്നു കൊടുത്ത് അവനെ സൗഖ്യമുള്ളവനാക്കി തീർത്തു, മരിച്ചവനെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. കാരണം യേശു കർത്താവ് സൗഖ്യദായകനാണ്, കരുണാശീതളനാണ്. ഉഴിയിലെ പൂഴിയെ നാഴിക്കുള്ളിൽ എടുക്കുവാൻ ശക്തനാണ്, ഭൂമിയിലെ ജലത്തെ മുഴുവനും ഉള്ളം കൈയിൽ കോരുവാൻ ശക്തനായ കർത്താവ്. കർത്താവ് വീണ്ടെടുപ്പുകാരനാണ്. വീണ്ടെടുപ്പിൻ്റെ വില തന്നത് തൻ്റെ രക്തമാണ്, പ്രാണനാണ്. പാപമില്ലാത്തവൻ, പരിശുദ്ധൻ, പാപികളോട് വേർപ്പെട്ടവൻ, തേജസ്സിന്മേൽ തേജസ് ധരിച്ചു, തേജസ്സിൻ്റെ സിംഹാസനത്തിൽ വാണരുളുന്നവൻ, നന്മയുടെ ഉറവിടം, ദീർഘക്ഷമയുള്ളവൻ, കൃപമേൽ കൃപ പകരുന്നവൻ, കൃപ കൊണ്ട് നമ്മളെ മൂടി മറച്ച് വഴി നടത്തുന്ന കൃപാലുവായിരിക്കുന്ന കർത്താവ്, മാറ്റമില്ലാത്തവൻ, നിലനിൽക്കുന്നവൻ, ആർക്കും ഒരിക്കലും മാറ്റുവാൻ കഴിയത്തില്ല. ലോകത്തിൻ്റെ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് വെളിച്ചമായി അവതരിച്ചവൻ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് വെളിപ്പെടുത്തിയ സാക്ഷാൽ വെളിച്ചമായവൻ, സ്നേഹത്തിൻ്റെ നിറകുടം, സ്നേഹത്തിൻ്റെ ഉറവിടം, സ്നേഹത്തിൻ്റെ ഉറവയായിരിക്കുന്ന ക്രിസ്തു, സാക്ഷാൽ സ്നേഹമായവൻ, ബലവാൻ ബലശാലി, ബലഹീനനെ ബലപ്പെടുത്തുന്ന കർത്താവ്, അറുക്കപ്പെട്ട കുഞ്ഞാട്. എന്തിനു വേണ്ടി അറുക്കപ്പെട്ടു? മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ,
അറുക്കപ്പെട്ട കുഞ്ഞാടായി വെളിപ്പെട്ട കർത്താവ്. അവൻ ജയാളിയായ കുഞ്ഞാടാണ്, ജയിച്ച കുഞ്ഞാടാണ്. ആ കുഞ്ഞാട് വിളക്കായി വെളിപ്പെടാൻ പോകുന്ന കുഞ്ഞാടാണ്. ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ആകാശത്തെ വിരിച്ചവൻ, ഭൂമിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിര് തിരിച്ചവൻ, നീതി സൂര്യൻ, ഉദയനക്ഷത്രം, ജയവീരനായ കർത്താവ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത വർണ്ണിച്ചാൽ തീരുമോ? തീരത്തില്ല. എഴുതിയാൽ തീരുമോ? തീരത്തില്ല. പറഞ്ഞാൽ തീരത്തില്ല. പ്രസംഗിച്ചാൽ തീരത്തില്ല. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ശ്രേഷ്ഠനായ കർത്താവിൻ്റെ ശ്രേഷ്ഠത മുന്നിൽ കണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ വേണ്ടുവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് ആ ശ്രേഷ്ഠൻ്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ കർത്താവ് ശ്രേഷ്ഠനാണ്, യോഗ്യനാണ്, ഉന്നതനാണ്. ആ കർത്താവ് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് സ്വർഗം വെടിഞ്ഞ് ഇറങ്ങി വന്നവനാണ്. 33 തിരുവയസ്സിൽ മാനവ ജനതയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഗോൽഗോത്ത മലയുടെ ഉന്നതങ്ങളിൽ ഒരു പൈൻമരക്കുരിശിന്മേൽ തൻ്റെ ജീവനെ ഏൽപ്പിച്ച് തന്നവനാണ്. അരിമത്യക്കാര യോസേപ്പ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ അടക്കപ്പെട്ടവനാണ്. ആ കല്ലറയെ മടക്കി കൊടുത്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവ് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ആ കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥത വഹിക്കുന്നു. ആ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനതയെ തന്നിലേക്ക് ചേർക്കുവാൻ മടങ്ങി വരും. കർത്താവൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും, കർത്താവിലേക്ക് എടുക്കപ്പെടും. ആ കർത്താവിലേക്ക് ചേർക്കപ്പെടുവാൻ, ശ്രേഷ്ഠനായ യോഗ്യനായ ഉന്നതനായ കർത്താവിലേക്ക് ചേർക്കപ്പെടുവാൻ ഈ കാലഘട്ടങ്ങളിൽ എത്ര പേര് ഒരുക്കമുള്ളവരായി തീർന്നിട്ടുണ്ട്. യോഗ്യനായ കർത്താവ്, അയോഗ്യരായ നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർത്ത യോഗ്യനായ കർത്താവ്, ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, ശരണപ്പെടാം. എൻ്റെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.